അയിലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇൻഗ്രീഡിയൻസ് നോക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 3 പച്ചമുളക്, 8 വെളുത്തുള്ളി, ആവശ്യത്തിനുള്ള കറിവേപ്പില, ഒരു തക്കാളി ചതുരത്തിലരിഞ്ഞത്, മീൻകറിക്ക് ആവശ്യമായ പുളിവെള്ളം. ഇത്രയാണ് നമുക്കിപ്പോൾ വേണ്ടത്. അതിനുശേഷം തീ കത്തിച്ച് ചട്ടി വെച്ച് ചട്ടി ചൂടായതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ കടുക് ചേർക്കുന്നു. കടുക് പൊട്ടിയ ശേഷം അതിലേക്ക് ഉലുവ ചേർക്കുന്നു. ഉലുവയും പൊട്ടി വരണം. കടുകും ഉലുവയും പൊട്ടുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ആദ്യം ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷം ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നു. പിന്നീട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നു. അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർക്കാം. വീണ്ടും ഒന്നുകൂടെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് മൂത്ത് കിട്ടും. പിന്നീട് നമ്മുടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതും ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. അവസാനമാണ് കേട്ടോ നമ്മൾ തക്കാളി ചേർക്കുന്നത്. തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. തക്കാളിക്ക് നമുക്ക് കുറച്ച് വേവുണ്ട്, അതുകൊണ്ട് തക്കാളി ഇട്ട ശേഷം ഒന്ന് ഇളക്കിയിട്ട് 2-3 മിനിറ്റ് നമ്മൾ നന്നായിട്ട് മൂടി വെക്കണം. തക്കാളിയുടെ വെള്ളമെല്ലാം മാറി എണ്ണ തെളിയുമ്പോഴാണ് നമുക്ക് കറിക്ക് ആ രുചി ഉണ്ടാകുക. പിന്നെ തക്കാളി ചേർക്കുമ്പോൾ കറി ഇച്ചിരി നമുക്ക് തിക്കായിട്ടൊക്കെ കിട്ടുകയും ചെയ്യും. അത് കറിക്ക് രുചിയാണ്. ഒരു 3 മിനിറ്റ് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുക. തക്കാളിയുടെ കളറെല്ലാം നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ടാകും. ഇനി നമുക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ആദ്യം മഞ്ഞൾപ്പൊടി, പിന്നീട് ഒരു വലിയ സ്പൂൺ മുളക് പൊടി, അവസാനം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്തെല്ലാം നമ്മൾ തീ ഒന്നെങ്കിൽ ഓഫ് ചെയ്തിടുക, അല്ലെങ്കിൽ തീ ഏറ്റവും സിമ്മിലാക്കി വെക്കുക. അല്ലെ പൊടികളെല്ലാം കരിഞ്ഞു പോകും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വേഗം തന്നെ പുളിവെള്ളം ചേർക്കുക. പുളിവെള്ളം ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം നമുക്ക് മീൻകറിക്ക് എത്ര വെള്ളം ആവശ്യമുണ്ടോ അത്രയും വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. തിളച്ച് വന്ന വെള്ളത്തിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എനിക്ക് തിക്കായൊരു കറിയാണ് വേണ്ടത്, അതുകൊണ്ട് തന്നെ ഞാൻ അധികം വെള്ളം ചേർത്തിട്ടില്ല. ഒരു 2-3 മിനിറ്റ് ഫുൾ തീയിലും വെക്കുക. അതിനുശേഷം പിന്നീട് മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഞാൻ മീൻകറി ഉണ്ടാക്കുന്നത്. അടച്ചു വെക്കാം. ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് തീയാക്കാം. വീണ്ടും മൂടി വെച്ച് കുറച്ച് സമയം വേവിച്ചു. ഒരു 13-14 മിനിറ്റ് ആയപ്പോഴത്തേനും കറി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് പച്ചവെളിച്ചെണ്ണ ചേർത്തു. അവസാനമായി കുറച്ച് കറിവേപ്പില ഇട്ടു. കറിയുടെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. സ്വാദിഷ്ടമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. എപ്പോഴും കുറുകി വരുന്ന കറിയുടെ ഗ്രേവിക്ക് നല്ല രുചിയായിരിക്കും. സ്വാദിഷ്ടമായ അയിലക്കറി റെഡി. പതുക്കെ പൊക്കി